കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. കൊല്ലം നാണി ഹോട്ടലിൽ നടന്ന ശില്പശാല കളക്ടർ എൻ ദേവിദാസ് ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളെ ശാക്തീകരിക്കുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് കുടുംബശ്രീ നടത്തുന്നതെന്ന് ജില്ലാ കളക്ടർ എൻ ദേവിദാസ് പറഞ്ഞു. കോളേജുകളിലും IT പാർക്കുകളിലുമെല്ലാം കുടുംബശ്രീ യൂണിറ്റുകൾ രൂപീകരിക്കുന്നതോടെ വലിയ മാറ്റം സമൂഹത്തിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുതിയ ഈ നവസാങ്കേതിക വിദ്യയുടെയൊക്കെ നവമാധ്യമങ്ങളുടെയൊക്കെ ചുവട് പറ്റി പല രീതിയിലും വഴിതെറ്റി പോകാനുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പം അത് പല കുട്ടികൾക്കും അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്നുണ്ട്. പഴയ കാലത്ത് പഴയ തലമുറകൾക്കൊന്നും പരിചിതമല്ലാത്ത പല ജീവിത സാഹചര്യങ്ങളും സന്നിഗ്ധ ഘട്ടങ്ങളുമാണ് ഈ പെൺകുട്ടികളൊക്കെ നേരിടേണ്ടി വരുന്നത്. അപ്പോൾ അവരുടെ മനസ്സിന് ശക്തി പകരാനും അവരുടെ ജീവിതത്തിൽ കൃത്യമായിട്ടുള്ള ദിശാബോധം നൽകാനും കുടുംബശ്രീ പോലെയുള്ള വ്യക്തമായ പദ്ധതികളും വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളുമുള്ള ഈ പ്രസ്ഥാനത്തിന് അവരെ നേർവഴിക്ക് നടത്താൻ സാധിക്കും. അതുകൊണ്ട് ക്യാമ്പസുകളിൽ കൂടി കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുമ്പോൾ വ്യാപിപ്പിക്കുമ്പോൾ തുടർന്നുള്ള അവരുടെ ജീവിതത്തിൽ പഠന പ്രവർത്തനങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ തൊഴിൽ മേഖല കരിയർ അത് രൂപപ്പെടുത്തുന്നതിന് എങ്ങനെ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് നമുക്ക് കുട്ടികൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പുതിയ കാലഘട്ടത്തിൽ ടെക്നോ പാർക്ക് പോലെയുള്ള സ്ഥലങ്ങളിൽ പോലും കുടുംബശ്രീ അതിൻ്റെ യൂണിറ്റുകൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആലോചനകൾ നടത്തുന്നുണ്ട്. അപ്പോൾ എല്ലാ സമഗ്രമായിട്ടുള്ള ഇടപെടലിലൂടെ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകളെ പൊതുവിൽ ശാക്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കുടുംബശ്രീ ഏറ്റെടുത്ത് നടപ്പാക്കുന്നത്. തികച്ചും മാതൃകാപരമാണ്. കുടുംബശ്രീയുടെ വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ച് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ വിമൽ ചന്ദ്രന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ വിവരിച്ചു. ചിലപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ പരാതികളൊക്കെ ഉണ്ടാകാറുണ്ട്. കുട്ടികൾക്ക് ഇതുപോലെ ടീച്ചർ അടിച്ചെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരാതികൾ എത്ര സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണെങ്കിലും കൃത്യമായിട്ട് രക്ഷിതാക്കളുമായിട്ട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ടാണ് കുടുംബശ്രീ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ജില്ലയിൽ ഇപ്പോൾ 38 സ്ഥാപനങ്ങളാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ആവശ്യമായ മാർഗരേഖകൾ ഇറക്കുക. അതിന്റെ മാർഗരേഖ നിങ്ങൾക്ക് വാട്സപ്പിൽ തരാം. ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ പുതിയ മാർഗരേഖ പുറത്തിറക്കി കഴിഞ്ഞു. സ്ഥാപനങ്ങളിൽ നിലവിലുള്ള അധ്യാപകരുടെയും ആയമാരുടെയും പ്രായം എന്ന് പറയുന്നത് 65 വയസ്സിലേക്ക് മാറ്റിക്കൊണ്ടാണ്. കാരണം വർഷങ്ങളായി ഈ മേഖലയിൽ നിൽക്കുന്നവരാണ്. നിൽക്കുന്നവർ സ്വാഭാവികമായിട്ടും പെട്ടെന്ന് ഒരു പിരിച്ചുവിടലോ മറ്റു കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് 65 വയസ്സ് വരെ അവരുടെ റിട്ടയർമെന്റ് പ്രായം കൊണ്ടുവന്നുകൊണ്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അധ്യാപകർക്കും ആയമാർക്കും ആവശ്യമായ പരിശീലനം കുടുംബശ്രീ വഴി കൃത്യമായി നൽകുന്നുണ്ട്. തദ്ദേശ സ്ഥാപന ജനപ്രതികൾക്ക് ആവശ്യമായ പരിശീലനം കൃത്യമായി നൽകുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾക്ക് 275 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 25 ലക്ഷം രൂപ വീതം അനുവദിച്ചിട്ടുള്ളത്. പ്രസ് ക്ലബ് സെക്രട്ടറി സനൽ ഡി പ്രേം, പ്രസിഡന്റ് ഡി ജയകൃഷ്ണൻ, CDS ചെയർപേഴ്സൺമാരായ അംബിക, കുഞ്ഞുമണി, കുടുംബശ്രീ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഉന്മേഷ് തുടങ്ങിയവർ പങ്കെടുത്തു.